ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്ററാണ്, പഴയ മോഡൽ മാസ്റ്ററാണ് വണ്ടി. സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നാൽ, അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കൊക്കെ ജാമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിലവിൽ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ്, സെൽഫ് സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ സ്വിച്ചും ലൂസ് കോൺടാക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ബ്രേക്കിൻ്റെ സ്വിച്ചും സെൽഫിൻ്റെ സ്വിച്ചും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, അതിൻ്റെ കേബിൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഔട്ടർ വലിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്കൊന്ന് മാറ്റിയിടാം. അതിന് ശേഷം നമുക്ക് സെൽഫിൻ്റെ കേസ്, ഈ രണ്ട് കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ നമുക്ക് അതിനെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജെർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞതുമാണ്. അപ്പോൾ അതും പ്രകാരം തൽക്കാലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാരണം അത് ഒഴിവാക്കി നിർത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് കയറ്റി ചെയ്യേണ്ടി വരും. CVT ക്ലച്ചാണ്, ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്, ഗ്രീസിങ് നടത്തേണ്ടതാണ്. അത് കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. അല്ലാത്ത വണ്ടികളിൽ കംപ്ലയിൻറ്റ് വരാറുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും പ്രകാരം ചെറിയ സൗണ്ട് വേരിയേഷൻസ് ഉണ്ട്, വൈബ്രേഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചേക്കണമാണ്. അപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കിയേക്കണം. ഈ പറഞ്ഞേക്കണ കേസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണം കേട്ടോ. ഇത്രയും കേസാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.